അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കടയിൽ വില കൊടുത്ത് വാങ്ങുന്ന ഗീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗീ മാത്രമല്ല ബട്ടറും തൈരും മോരും എല്ലാത്തിൻ്റെ റെസിപ്പി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. ആ വീഡിയോയിലേക്ക് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. ഇതുണ്ടല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്മെല്ലോടുകൂടി നല്ല തരിതരിപ്പോടുകൂടിയ ശുദ്ധമായ നെയ്യാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ വാങ്ങുന്ന ദിവസവും വാങ്ങുന്ന പാലിൽ നിന്ന് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനും പറ്റും. ഞാനിതാ സൊസൈറ്റി പാലാണ് ഡെയിലി വാങ്ങും. ഡെയിലി വാങ്ങുന്ന പാൽ ഇതുപോലെ തിളപ്പിച്ചെടുക്കും. നല്ലോണം തിളച്ച് പൊങ്ങി വന്നു കഴിഞ്ഞാലേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് വീണ്ടും തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് തണിയാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യുക. തണിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ച് കൊടുക്കൽ. ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാൽപ്പാടയില്ലേ ഇതിലുള്ള കൊഴുപ്പ് മൊത്തത്തിൽ പാൽപ്പാടയായിട്ട് മുകളിൽ വന്നിട്ട് അങ്ങനെ നിൽക്കും. ആ ഒരു പാൽപ്പാട നമ്മൾ കോരി മാറ്റിയിട്ട് ദിവസവും കിട്ടുന്ന ആ ഒരു പാൽപ്പാടയില്ലേ കോരിയിട്ട് ഒരു പാത്രത്തിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അങ്ങനെ കോരിയിട്ട് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1-2 ആഴ്ച കൊണ്ട് തന്നെ ഒരുപാട് പാൽപ്പാട ശേഖരിച്ചെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ക്രീം ശേഖരിച്ചെടുക്കാൻ പറ്റും. അപ്പം പാൽപ്പാട് ശേഖരിച്ചിട്ട് 2 ആഴ്ച ഇതാ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പാൽപ്പാട 1 മാസമെല്ലാം ശേഖരിച്ച് വെക്കുകയാണെങ്കിലേ ഇതിലേക്ക് ആദ്യം ഈ ഒരു പാത്രം കഴുകി ഉണക്കിയ ശേഷം 2 ടേബിൾ സ്പൂൺ തൈരോ മോരോ ഒഴിച്ചിട്ട് ആണ് ശേഖരിച്ച് വെക്കുക. ഡെയിലി കിട്ടുന്ന പാൽപ്പാട അങ്ങനെ എടുത്തു വെക്കും. ഇതിപ്പോൾ 2 ആഴ്ച കൊണ്ട് ഗീ ആക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ മൊത്തത്തിൽ പാടന ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഗീ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ തലേ ദിവസം തന്നെ ഇത് ഫ്രിഡ്ജിൽ നിന്നും അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ നിന്നും എടുത്ത് മാറ്റി പുറത്ത് വെക്കും കേട്ടോ. ഞാൻ ഫ്രീസറിൽ തന്നെയാണ് കേട്ടോ വെക്കൽ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഗീ റെഡിയാക്കി എടുക്കലാണ്. ആദ്യം നമുക്ക് ബട്ടർ റെഡിയാക്കി എടുക്കാം, എന്നിട്ടല്ലേ ഗീ ഉണ്ടാക്കുക. ബട്ടർ റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ശേഖരിച്ച് വെച്ച ക്രീം അല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പാട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. ഐസ് ക്യൂബ്സോ അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളമോ എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിലേ നമ്മൾ ബട്ടർ മെൽറ്റായി പോവും. ഞാനിതാ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് കുറച്ചധികം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ അടിച്ചെടുത്ത ആ ഒരു പാൽപ്പാടില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. ശരിക്കും ഇത് വരുന്നത് ബട്ടർ മിൽക്കുമാണ് കേട്ടോ. മോരും വെണ്ണയുമാണ് ഇത് ഉള്ളതിപ്പം. നമ്മൾ മോരും വെണ്ണയും ആക്കിയിട്ട് അടിച്ച് മാറ്റിയെടുക്കലാണ് കേട്ടോ. ഞാനിതാ മുഴുവനായിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് മോരും വെണ്ണയും വേർതിരിച്ചെടുക്കണം. ഇതിപ്പം കാണുന്നത് നല്ല ശുദ്ധമായ വെണ്ണയും മോരുമാണ്. അപ്പോൾ ഇതാ ഞാനൊരു ജാറിലേക്ക് ഈ ഒരു മോര് ആദ്യം ഒഴിച്ച് മാറ്റി കൊടുക്കലാണ്. എന്നിട്ട് വെണ്ണ നല്ലോണം കഴുകിയെടുക്കണം. കരിയിലെ നല്ലോണം പുളിച്ച് വന്നിട്ടുണ്ടാവും വെണ്ണ. ആ ഒരു പുളിപ്പ് മൊത്തത്തിൽ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് കഴുകിയെടുക്കണം. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാനിതിൽ മോര് മൊത്തത്തിൽ ഒരു ജാറിലേക്ക് മാറ്റി കൊടുക്കലാണ്. നല്ല കട്ടിയുള്ള മോരായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. പിന്നെ ഈ ഒരു മോര് ഇത്ര കട്ടി പോരാ, ഇതിലും നല്ല കട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കില്ലേ ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലും കൂടി ഒഴിച്ചിട്ട് 24 മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഇതിലും നല്ല കട്ടിയായിട്ടുള്ള മോര് കിട്ടും. 24 മണിക്കൂർ പുറത്ത് വെക്കണം. അപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക എനിക്ക് ഇത്ര കട്ടി മതി, അതുകൊണ്ട് ഞാനിതാ ഒരു ജാറിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കലാണ്. ഇത് ലൂസാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. സംഭാരം എല്ലാം റെഡിയാക്കുക, കുട്ടികൾക്ക് കൊടുക്കുക, അടിപൊളിയല്ലേ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബട്ടർ ഒന്ന് കഴുകിയെടുക്കലാണ്. ബട്ടർ കഴുകിയെടുക്കുമ്പം തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റായി പോകും. തണുത്ത വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അധികം ആൾക്കാരും ഇങ്ങനെ നെയ്യ് ശേഖരിച്ച് വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പാട ശേഖരിച്ച് വെക്കും. പക്ഷേ ഇല്ലേ നെയ്യ് ഉണ്ടാക്കി എടുക്കുമ്പം ഫ്ലോപ്പായി പോക്കുണ്ട്. അങ്ങനെയെല്ലാം കമൻറ്റിൽ കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്നോട് അധികം പറയലുണ്ട് കേട്ടോ. അപ്പം നെയ്യ് ഉണ്ടാക്കുമ്പം ഫ്ലോപ്പാകാൻ കാരണം ഈ ഒരു നമ്മൾ ചൂടുള്ള സ്ഥലമാണെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു ബട്ടർ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ചൂട് കാരണം ഈ ഒരു ബട്ടർ മെൽറ്റായി പോകും കേട്ടോ. നമുക്ക് ഇതുപോലെ ബോൾസാക്കി എടുക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുക്കിങ്ങിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബട്ടർ ഉണ്ടാക്കിയെടുക്കലാണ്. ബട്ടർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് മെൻ്റലി ആയാലും എന്താ പറയുക
നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ, നല്ലൊരു സന്തോഷം കിട്ടും കേട്ടോ. ഈ ഒരു ബട്ടർ റെഡിയാക്കി എടുക്കുമ്പം ഇത് കണ്ടില്ലേ, നല്ലോണം തണുത്ത വെള്ളത്തിൽ കൈ ഇങ്ങനെ മുക്കിയിട്ട് ബട്ടർ ഇങ്ങനെ ഞാൻ ബോൾസ് ആക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ആ ഒരു വെള്ളം കളയാം, എന്നിട്ട് വീണ്ടും തണുത്ത വെള്ളം യൂസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇതിലെ പുളി കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബട്ടറിന് നല്ല പുളി ഉണ്ടാവും. അപ്പോൾ ആ ഒരു പുളി മൊത്തത്തിൽ കളഞ്ഞിട്ട് വേണം നമുക്ക് ശുദ്ധമായ വെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു വെള്ളയിൽ നല്ല തെളിഞ്ഞ് വരുന്നത് വരെ കഴുകിയെടുക്കണം. 3-4 പ്രാവശ്യം വെള്ളത്തിൽ ഇട്ടിട്ടിങ്ങനെ കഴുകിയെടുക്കുമ്പം തന്നെ ഈ വെള്ളം മൊത്തത്തിൽ തെളിഞ്ഞ് ആ ഒരു ബട്ടറിലെ പുളിപ്പെല്ലാം മൊത്തത്തിൽ പോയി കിട്ടും കേട്ടോ. ഇതാണ്ടില്ലേ, ഇത്രയും 2 ആഴ്ച കൊണ്ട് ഇത്രയും ബട്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബട്ടർ നമുക്കില്ലേ ഒരു ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിലോ എല്ലാം ആക്കിയിട്ട് നല്ല ഷേപ്പെല്ലാം ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ കറി ഉണ്ടാക്കുമ്പം കുട്ടികൾക്ക് ബ്രെഡിൽ കുട്ടികൾക്ക് വെറുതെ തന്നെ കൊടുക്കാൻ അടിപൊളിയല്ലേ, നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തെടുക്കുക. ഞാനിപ്പം ഗീയും കൂടി ഇതിലുണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തെടുക്കുന്നില്ല. ഇതുണ്ടിൽ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റ് ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഈ വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കണം. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ കാരണം അധികം ആൾക്കാർക്കും ഫ്ലോപ്പായി പോക്കുണ്ട്. ഗീൻ്റെ റെസിപ്പി കാണിച്ചുകൂടെ ഇർഫാനെന്നെല്ലാം കമൻറ്റിൽ കാണലുണ്ട്, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ പാലിൽ നിന്നും പാട വേർതിരിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതിന് പക്ഷേ എൻ്റെ ഫോണിൽ നിന്നും മിസ്സായിപ്പോയി കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പാലിൽ നിന്നും പാൽപ്പാട മാറ്റുന്നത് എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. പാൽപ്പാട എടുക്കും, എന്താ പറയുക, പാല് നമ്മൾ ഗീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പം സൊസൈറ്റി പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പാക്കറ്റ് പാൽ കൊണ്ട് ഇത്രയും പാട നമുക്ക് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് സൊസൈറ്റി പാലെടുക്കുക. ഡെയിലി പാൽ വാങ്ങുമ്പം അതിൽ നിന്നും പാൽപ്പാട അല്ലാന്നുണ്ടെങ്കിൽ ക്രീം ശേഖരിച്ച് വെക്കുക. കുറച്ച് നാൾ വെക്കുന്നതാണെങ്കിൽ തൈരോ മോരോ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് വേണം അതിൽ 1-2 ടേബിൾ സ്പൂൺ തൈരോ മോരോ ആദ്യം ആ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ഓരോരോ പ്രാവശ്യം കിട്ടുന്ന പാൽപ്പാട അങ്ങനെ ശേഖരിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ശുദ്ധമായ ബട്ടറാണ്, അല്ലാന്നുണ്ടെങ്കിൽ വെണ്ണയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏത് ഷേപ്പിലും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാനിപ്പം ഗീ ആണ് റെഡിയാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ചുവട് കട്ടിയുള്ള പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ബട്ടർ ഇട്ട് കൊടുക്കലാണ്. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ, നല്ല ശുദ്ധമാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് എത്രമാത്രം നല്ലതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കുന്നത് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സ്മെല്ലും ഗുണമേന്മയും ഒട്ടും കുറയാത്തതായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ബട്ടർ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞു കഴിഞ്ഞാലില്ലേ നമ്മൾ ഗീ മൊത്തത്തിൽ ഒരു ബാഡ് സ്മെല്ലാവും, ഒരു വല്ലാത്ത സ്മെല്ലാവും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു ബട്ടർ മൊത്തത്തിൽ മെൽറ്റായിട്ട് വരണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് മെൽറ്റായിട്ട് വരും. മെൽറ്റായിട്ട് വന്നിട്ട് ഇതൊരു ബ്രൗൺ കളറായിട്ട് മാറണം കേട്ടോ. ഇതിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടാവും, ആ വേസ്റ്റ് എല്ലാം മൊത്തത്തിൽ ബ്രൗൺ കളറായിട്ട് മാറാം. നല്ലോണം കരിയാൻ നിൽക്കണ്ട, കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗീൻ്റെ കളർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ ഇതാ മൊത്തത്തിൽ കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം തീ ഓഫ് ചെയ്യുക, ഇത് നല്ലോണം തണിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തണിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് കുപ്പിയിലാണോ ഏത് ബോട്ടിലാണോ ആക്കുന്നത് ആ ഒരു ബോട്ടിൽ ഇത് ഒഴിച്ച് വെക്കുക, അരിച്ചിട്ട് ഒഴിച്ച് വെക്കുക കേട്ടോ. പിന്നെ ഇതിൽ വേസ്റ്റ് കിട്ടും, വേസ്റ്റ് യൂസ് ചെയ്യുന്നവരുണ്ട്, ഞാൻ യൂസ് ചെയ്യലില്ല. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇതാ ഈ ഒരു കളറിലാണ് വേസ്റ്റ് ഉണ്ടാവുക. എന്താ പറയുക, ഇത് നമ്മൾ ശുദ്ധമായ നെയ്യാണ്, ഞാൻ വേസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കളറിലാണ് നമ്മൾ വേസ്റ്റ് ഉണ്ടാവുക. ഇതിലും കരിയാൻ നിൽക്കണ്ട കേട്ടോ, തീ പെട്ടെന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ 2 ബോട്ടിൽ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. 2 ആഴ്ച ശേഖരിച്ച പാലിൽ നിന്ന് ഇത്രയും നെയ്യ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് 24 മണിക്കൂർ വെച്ചാലാണ് കറക്റ്റ് ഈ ഒരു കളറിലായിട്ട് കിട്ടുക. അപ്പോൾ പിറ്റേ ദിവസം ഈ ഒരു കളറിൽ നമുക്ക് ശുദ്ധമായ നെയ്യ് കിട്ടും കേട്ടോ. ഈ ഒരു ബോട്ടിൽ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ നല്ല കട്ടിയിൽ നല്ല തിക്കായിട്ട് തരിതരിപ്പോട് കൂടിയ നെയ്യാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ തന്നെയല്ലേ. വീട്ടിൽ ഡെയിലി പാൽ വാങ്ങുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതുപോലെ ക്രീം അല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പാട് ശേഖരിച്ചിട്ട് 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് തന്നെ ഇതുപോലെ ശുദ്ധമായ ഒരു ബോട്ടിൽ നെയ്യ് ഉണ്ടാക്കുക. നമ്മൾ കടയിൽ നിന്നൊന്നും വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല.
നമ്മൾ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് മാക്സിക്ക് ചോദിച്ചിട്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ മാക്സി വന്നിട്ടില്ലാന്ന്. ഇപ്പം ഇന്നലെ മാക്സി എല്ലാം വന്നിട്ടുണ്ട്. വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക, നമ്പർ കൊടുക്കുക കേട്ടോ. വാട്സപ്പ് ചെയ്യുക, കോൾ ചെയ്യാൻ നിൽക്കണ്ട, വാട്സപ്പ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.